ഇത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ലഡുവാണ്. മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കണ്ടുവരും. ഞാനിത് ഒരാഴ്ച മുന്നേ തന്നെ ഉണ്ടാക്കിയ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് കേട്ടോ. അപ്പോൾ ദിവസം 2 നേരമാണ് നമ്മളിത് കഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ട ചേരുവകൾ നോക്കാം. 1 കപ്പ് അളവിൽ ബദാം എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും ഒരേ കപ്പിൽ തന്നെ വേണം മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബദാം ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി അതേ കപ്പിൽ തന്നെ കറുത്ത എള്ള് 1 കപ്പ് എടുത്തിട്ടുണ്ട്. എള്ളെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകി ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിൽ പൊടിയൊക്കെ കാണും. പിന്നെ നല്ല കറുത്ത എള്ള് നോക്കിയിട്ട് മേടിക്കുക. എള്ളും അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം. എള്ളൊന്നും ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതാ എള്ളും നമ്മൾ വറുത്തെടുത്തു. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ അളവിൽ തന്നെ 1 കപ്പ് അളവിൽ പംകിൻ സീഡ്സ് വേണം കേട്ടോ. മത്തങ്ങ കുരുവാണ്. അതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും. കളറാകുമ്പോൾ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് 1 കപ്പ് അളവിൽ സൺഫ്ലവർ സീഡ്സും കൂടി വേണം. അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വറുത്തെടുക്കാം. എല്ലാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞൊന്നും പോരുത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിയ സീഡ്സാണ് വേണ്ടത്. അതും 1 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ചിയ സീഡ്സൊക്കെ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. കാരണം ചട്ടി നേരത്തെ തന്നെ ചൂടായിട്ടാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ്സ് ആണ്. അതും 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വറുത്തെടുക്കാം. വറുക്കുമ്പോൾ നല്ലപോലെ തന്നെ ഇത് പൊട്ടും. ഇപ്പം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിലൊരു ലഡു ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇതൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്കിനി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നനവില്ലാത്ത മിക്സിയുടെ ജാറായിരിക്കണം. ഈ സീഡ്സിൽ നിന്നൊക്കെ നല്ലപോലെ എണ്ണ വിട്ട് വരും. അപ്പോൾ നമ്മളിത് തൊടുമ്പോൾ തന്നെ കുറച്ചൊരു എണ്ണമയം കാണും. ഞാൻ 2 ബാച്ചായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മധുരത്തിനായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഡേറ്റ്സിൻ്റെ അളവ് കൃത്യമായിട്ട് പറയില്ല. അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് കുരു കളഞ്ഞ ഡേറ്റ്സ് എടുക്കുക. അതൊന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഡേറ്റ്സും കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഈ പൊടിയിലേക്ക് ചേർത്ത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സീഡ്സിലൊക്കെ ഓയിലുള്ള കാരണം പെട്ടെന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് വലുപ്പമാക്കാതെ ചെറിയ സൈസിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഡേറ്റ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം. ഇത് നമുക്ക് മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടി മാത്രമല്ല, മുടി വളരാനും സഹായിക്കുന്ന ഒരു ലഡുവാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കാതെ ഒരു 2 ആഴ്ചത്തേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് കഴിയുമ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു ലഡു ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും ഷെയർ ചെയ്യണം.